ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടർ റാപ്പർ വേടനെതിരെ റേപ്പ് പരാതിയുമായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുന്നിലെത്തുന്നത്. വൈകിട്ടോടുകൂടി തൃക്കാക്കര പോലീസ് യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. രാത്രി കേസ് രജിസ്റ്റർ ചെയ്തു. IPC 376 പ്രകാരമാണ് FIR. യുവതിയുടെ മൊഴിയുടെ വിശദാംശം ഇതാണ്. 2021 ഓഗസ്റ്റ് മുതലാണ് വേടനുമായുള്ള അടുപ്പം തുടങ്ങുന്നത്. അന്നു മുതൽ 2023 വരെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു. കാക്കനാട്ടെ തൻ്റെ ഫ്ളാറ്റിലും കോഴിക്കോടും ഏലൂരിലും വെച്ച് 5 തവണയിലേറെ പീഡനം നടന്നുവെന്നാണ് മൊഴിയിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ വേടന് പല ഘട്ടങ്ങളിലും സാമ്പത്തികമായ സഹായം നൽകിയെന്നുകൂടി യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ തെളിവുകളും അവർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ പരാതി തന്നത് ഒരു യുവതിയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് അന്വേഷണം തുടങ്ങുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ നിലവിൽ പൂർണ്ണമായും എടുത്തു. ഇന്നലെ മൊഴിയെടുത്തിട്ടാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ നോട്ടീസ് ഒന്നും അയച്ചിട്ടില്ല ഇതുവരെ. വേടനെതിരായ കേസിലെ നടപടികൾ വേഗത്തിലാക്കുകയാണ് പോലീസ്. ഇന്ന് തന്നെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. അവരുടെ വൈദ്യ പരിശോധനയും പൂർത്തീകരിക്കും. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക. കേസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേഷൻ ടീമാണോ? പ്രത്യേക ടീമാണോ? ടീമുണ്ട്. നമ്മളെല്ലാ കേസിനെല്ലാം സെപ്പറേറ്റ് ടീമുണ്ട്, പ്രത്യേകം ടീമുണ്ട്. 2 വർഷത്തോളം പഴക്കമുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ ഇതിലെ തെളിവ് ശേഖരണത്തിന് പോലീസിന് സാങ്കേതികമായി പല പ്രയാസങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ വേടൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് പോലീസിൻ്റെ തീരുമാനം. ആദ്യം പരമാവധി തെളിവ് ശേഖരിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും ഈ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്ന ശേഷം ഈ പരാതിക്കാരിയുടെ അഭിഭാഷക ഇത്തരത്തിൽ മാധ്യമങ്ങൾ അവരെ സമ്മർദ്ദത്തിലാക്കരുത് എന്നൊരു നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് അവരുടെ നിലപാട്. എന്തായാലും വേടൻ ഈ കേസ് നിയമപരമായി ചോദ്യം ചെയ്യുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വേടനും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.